ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ പാർലമെന്റിന്റെ അന്തസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷത്തിന്റെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലൂടെ നിലവിലെ ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതി UPA ഭരണകാലത്ത് BJP ചെയ്തതിന്റെ തനി ആവർത്തനമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ പാഴാക്കി ബഹളത്തിന് പ്രാധാന്യം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ രീതി ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെയാണ് നാശം ഉണ്ടാക്കുന്നതെന്ന തരൂരിന്റെ നിരീക്ഷണം കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഇന്ത്യ സഖ്യത്തെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. തരൂരിന്റെ ലേഖനത്തിലെ വിമർശനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ളതാണ്. പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ വീഴ്ചകൾ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടി. സഭയ്ക്കുള്ളിൽ ചർച്ചകളിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കാനും ജനങ്ങളുടെ മുന്നിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടാനും പ്രതിപക്ഷത്തിന് സാധിക്കും. എന്നാൽ അതിന് ശ്രമിക്കാതെ ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുടരുന്നത്. ചോദ്യോത്തരവേള, ശൂന്യവേള തുടങ്ങിയ നിയമപരമായ സംവിധാനങ്ങൾ കേന്ദ്രമന്ത്രിമാരെയും സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും മറുപടി പറയാൻ നിർബന്ധിതരാക്കാനും ലഭിക്കുന്ന സുവർണ അവസരങ്ങളാണ്. ഇത്തരം അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാതെ അത് പാഴാക്കി കളയുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. സഭ തടസ്സപ്പെടുത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണ്. നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുകയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഭരണപക്ഷത്തിന് കൂടുതൽ എളുപ്പമാവുകയാണ്. ഭരണപക്ഷത്തെ കാര്യക്ഷമമായി പ്രതിരോധിക്കാനുള്ള അവസരമാണ് പ്രതിപക്ഷം സ്വയം ഇല്ലാതാക്കുന്നത്. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തരൂർ നിരീക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇരട്ടത്താപ്പാണ് ഉള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചു. UPA ഭരണകാലത്ത് BJP പാർലമെന്റ് തടസ്സപ്പെടുത്തിയത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തരൂർ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. 15ാം ലോക്സഭയുടെ പ്രതിഷേധിക്കാനുള്ള സമയത്തിന്റെ 68% അന്ന് നഷ്ടപ്പെട്ടത്. അന്ന് പാർലമെന്റ് തടസ്സപ്പെടുത്തിയ BJP ആണ് ഇന്ന് പാർലമെന്ററി മാന്യതയുടെ കാവൽക്കാരായി വേഷമിടുന്നത്. UPA കാലത്ത് BJP ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നത്. അവർ നിങ്ങളോട് എന്ത് ചെയ്തുവോ അത് അവരോട് ചെയ്യുക എന്ന പാതയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഈ പ്രതികാര മനോഭാവം ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ഇന്ന് സഭ തടസ്സപ്പെടുത്തുന്നവർ ഭാവിയിൽ അധികാരത്തിൽ വന്നാൽ അവർ പഴയ മാന്യതയുടെ ഗുണങ്ങൾ വീണ്ടും കണ്ടെത്തുമെന്നും ഈ രാഷ്ട്രീയ നിലപാട് സ്ഥിരതയില്ലാത്തതാണെന്നും തരൂർ പരിഹസിച്ചു. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും പാർലമെന്റിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നതിൽ ഭരണപക്ഷത്തിനും വലിയ പങ്കുണ്ടെന്നും തരൂർ പറയുന്നു. പ്രതിപക്ഷവുമായി സംസാരിക്കാനോ കൂടിയാലോചന നടത്താനോ BJP സർക്കാർ വിസമ്മതിക്കുന്നു. സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പോലും ഏകപക്ഷീയമായിട്ടാണ് സഭയിൽ കൊണ്ടുവരുന്നതും പാസ്സാക്കുന്നതും. സഭയെ വെറും പ്രഖ്യാപനങ്ങൾക്കുള്ള നോട്ടീസ് ബോർഡായും ഇതിനകം എടുത്ത തീരുമാനങ്ങൾക്കുള്ള റബ്ബർ സ്റ്റാമ്പായി മാത്രമാണ് ഭരണപക്ഷം കാണുന്നത്. ചർച്ചകളും സംവാദങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ സമീപനം ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിനോടുള്ള മനോഭാവത്തെ തരൂർ ശക്തമായി വിമർശിച്ചു. ദിവസവും പാർലമെന്റിൽ പങ്കെടുത്തിരുന്ന ജവഹർലാൽ നെഹ്റുവിൽ നിന്നും വ്യത്യസ്തമായി മോദി സഭയിൽ പങ്കെടുക്കുന്നത് വളരെ അപൂർവമാണ്. പ്രധാനമന്ത്രിയുടെ ഈ അവഗണന ഭരണഘടനാ സ്ഥാപനത്തോടുള്ള ബഹുമാനക്കുറവായി കണക്കാക്കപ്പെടാം. രാഷ്ട്രീയ ജീവിതത്തിൽ പാർലമെന്റിന്റെ പങ്ക് കുറഞ്ഞു വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ദോഷം ചെയ്യുമെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് തരൂർ നൽകുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഈ ശത്രുതാപരമായ സമീപനം രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് തടസ്സമുണ്ടാക്കുന്നു. നിയമനിർമ്മാണത്തിന്റെ വേളയിൽ ചർച്ചകൾ ഉണ്ടാകാതിരിക്കുകയും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാൻ അവസരം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് പ്രതിപക്ഷമാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഒരു മിറർ പോലെ പ്രവർത്തിക്കേണ്ടതിന് പകരം സ്വയം നിശബ്ദമാവുകയാണ് ചെയ്യുന്നത്. പാർലമെന്റ് ഭരണഘടനാപരമായ രൂപകൽപ്പനയ്ക്കുള്ള ഒരിടം മാത്രമല്ല, ജനാധിപത്യ ഇടപെടലുകൾക്കായുള്ള സജീവമായ വേദിയായി മാറണം. ജനങ്ങളുടെ ആശങ്കകളുമായി പൊരുത്തപ്പെടുന്ന കരുതലോടെ നിയമനിർമ്മാണം നടത്തുന്ന ഒരു പാർലമെന്റാണ് രാജ്യത്തിന് ആവശ്യം. പാർലമെന്റിന്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കേണ്ട സമയം ഇതാണെന്ന് തരൂർ ഊന്നി പറയുന്നു. മുൻപ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. മുൻപ് സ്പീക്കർ സോമനാഥ് ചാറ്റർജി ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നാരായണമൂർത്തി, ശ്യാം ബെനഗർ തുടങ്ങിയ പ്രമുഖ പൗരന്മാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. ചർച്ചയുടെ മാന്യതയുടെ നിലവാരം ഉയർത്താനായി നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. എന്നാൽ ആ ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല. ഈ പ്രതിസന്ധിക്ക് ഇരുപക്ഷം കുറ്റക്കാരാണെന്ന് തരൂർ പറയുന്നു. പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടാൽ BJP വിസമ്മതിക്കുന്നു. പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തരൂർ ഈ വിഷയത്തിൽ ശ്രദ്ധാലുവായിരുന്നു. ചർച്ചയുടെ മാന്യതയുടെ നിലവാരം ഉയർത്തുന്നതിനായി നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള കൂട്ടായ ഒരു ശ്രമം ഇരുപക്ഷത്തിനും ഉണ്ടാകണം. പാർലമെന്റ് ഒരു യുദ്ധക്കളമല്ല, മറിച്ച് ചർച്ചയ്ക്കുള്ള വേദിയാണെന്ന ബോധ്യം ഇരുപക്ഷത്തിനും ഉണ്ടാകണം. ശശി തരൂരിന്റെ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പോലും അദ്ദേഹം സ്വന്തം മുന്നണിയുടെ തന്ത്രപരമായ വീഴ്ചകളെ സത്യസന്ധമായി വിലയിരുത്താൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത്.
ഭരണഘടനാപരമായി ശക്തമായ ഒരു സ്ഥാപനത്തെ രാഷ്ട്രീയ പകപോക്കലിന്റെയും ബഹളത്തിന്റെയും വേദിയായി മാറ്റുന്നത് ജനാധിപത്യത്തിന്റെ ഭാവിക്കാണ് ദോഷം ചെയ്യുന്നത്. പാർലമെന്റുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കേണ്ടതും ഭരണഘടനാ രൂപകൽപ്പനയുടെ അന്തസ്സും ജനങ്ങളുടെ പ്രതീക്ഷകളും സംരക്ഷിക്കുന്ന ഒരു കരുതലുള്ള നിയമനിർമ്മാണ സഭയായി പാർലമെന്റിനെ തിരികെ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. ഇരുപക്ഷവും പരസ്പര ശത്രുത മാറ്റിവെച്ച് രാജ്യത്തിന്റെ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് തരൂർ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്.